അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പെട്ടിയോട്ടൻ്റെ ഉള്ളിൽ കയറേണ്ടി വന്നു. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വാ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കി. നമ്മളെ വണ്ടിയിൽ ഇച്ചിരി വെള്ളം തട്ടിയിട്ട് കുറച്ചധികം കാലമായിരുന്നു. നമ്മളെ നമ്പർ പ്ലേറ്റിന്റെ ഉള്ളിൽ കോലം നോക്കിയാ അയർ. എന്നേരം നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ മൂലക്കിട്ട വണ്ടിയാണ്. നിങ്ങൾക്ക് തെറ്റി. ഇത് ഞാൻ ഡെയിലി ഓടിക്കുന്ന വണ്ടിയാണ്. സ്വന്തം വണ്ടിയാകാൻ മടിയിലെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെ മടി കാണിച്ച് വണ്ടിയാകുന്ന കാര്യമേ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് നമ്മളെ ചെക്കനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു. കൈയോട്ട് കൈ കഴിഞ്ഞാൽ വൃത്തിയാവില്ല, കാരണം ഒരു ലോഡ് ചളിയുണ്ട് വണ്ടിയിൽ. അതുകൊണ്ട് നമ്മൾ പ്രഷർ വാഷർ കൊണ്ട് കഴുകാന്ന് വിചാരിച്ചു. അങ്ങനെ ചങ്ങാന്റെ വീട്ടിൽ പോയിട്ട് മെഷീൻ കൊടുത്ത് നമ്മളെ നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരു കുപ്പി ഓട്ടെ ഞാൻ പോയിട്ട് എണ്ണ വാങ്ങിയിട്ട് വരുന്നത് പറഞ്ഞിട്ട് കുപ്പി വാങ്ങി പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടി കഴുകാൻ നോക്കുമ്പോൾ വണ്ടിയുടെ കൊണ്ടൊക്കെ ഒരാള്. സത്യം എന്താ വെച്ചാൽ പമ്പിലെത്താൻ എണ്ണ വരെ ഇല്ല പാവത്തിന്റെ വണ്ടിയിൽ. അങ്ങനെ എണ്ണയും കൊടുത്ത് ചെക്കനെയും പറഞ്ഞു വിട്ട് നമ്മൾ പണി തുടങ്ങി. അങ്ങനെ ഒരു 10 മിനിറ്റ് തൊട്ട് ചെക്കൻ കുളിച്ച് കുട്ടപ്പനായി. പെട്ടിയോട്ടെ കയറേണ്ടി വന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനും എന്റെ ഏച്ചിയും കൂടി ജസ്റ്റ് ഒന്ന് കണ്ണൂർ വരെ വന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ ഒന്നും നോക്കില്ല, ഒരു പെട്ടിയോട്ടയും പിടിച്ച് വണ്ടി എടുത്ത് അതിന്റെ പെരടിക്ക് വിട്ട് നേരെ കണ്ണൂർ KTM-ലേക്ക് വിട്ട്. ഓട്ടോറിക്ഷന്റെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് പോകാൻ വേറെ തന്നെ മൂടാട്ടാ. പൊളി ഐറ്റം. ഷോറൂമിലെത്തേരെ അവർ പറഞ്ഞ എല്ലാം കൂടി ഒരു 6000 രൂപ പണിയുണ്ട്. ഹാപ്പി ആയി. അപ്പോൾ ഓക്കെ, ബൈ.